DCD, DHT എന്ന് പറയുന്നവർ കാർസിനോജൻസ് ആണ്. ഇത് കാർസിനോജനിക് കോമ്പൗണ്ട്സ് ആണ്. ക്യാൻസർ കോസിംഗ് കോമ്പൗണ്ട്, ക്യാൻസറിന് കാരണമാകുന്ന ക്യാൻസർ മേക്കിംഗ് കോമ്പൗണ്ട്, ക്യാൻസർ കോസിംഗ് കോമ്പൗണ്ട്. ഒരു ലോഡ് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് പല ബ്രാൻഡുകളെ കമ്പയർ ചെയ്ത് സ്കോർ ചെയ്ത് ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ക്രിയാറ്റിൻ ബ്രാൻഡ്സിന് സേഫ്റ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് റേറ്റ് ചെയ്താലോ? ടുഡേ ഐ ആം ഗോണ റേറ്റ് സം ഓഫ് ദി ടോപ്പ് ക്രിയാറ്റിൻ ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ. ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്രിയേറ്റിൻ ഏതാണ്? ക്രിയാറ്റിൻസ്. ഒരു ബ്രാൻഡ് കൊണ്ടു കൊടുത്ത സ്ക്രിപ്റ്റ് അതുപോലെ വായിച്ച് തള്ളുക മാത്രമാണ് ഇവരെല്ലാവരും ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇവരൊന്നും ഈ ക്രിയാറ്റിനൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. വെറുതെ ബ്രാൻഡ് അയച്ച ഒരു സാധനമാണ് ഇവരെല്ലാവരും പൊക്കി പിടിച്ചിട്ട് ഞാൻ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള നല്ല ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഓവർ ന്യായീകരിക്കാനൊന്നും നിൽക്കില്ല. സോഷ്യൽ മീഡിയ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് അക്ഷരാർത്ഥം നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? എന്ത് ബുദ്ധിമുട്ട്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ക്രിയാറ്റിൻ ബ്രാൻഡ്സിനെ ഒന്ന് റേറ്റ് ചെയ്യാം. ആഹാ, കൊള്ളാലോ. മാർക്കറ്റിലുള്ള ബ്രാൻഡുകളൊക്കെ കമ്പയർ ചെയ്ത് ഒരു വീഡിയോ ഇടുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ക്രിയാറ്റിൻ ബ്രാൻഡ്സിന് സേഫ്റ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് റേറ്റ് ചെയ്താലോ? ടുഡേ ഐ ആം ഗോണ റേറ്റ് സം ഓഫ് ദി ടോപ്പ് ക്രിയാറ്റിൻ ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ. ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്രിയേറ്റിൻ ഏതാണ്? ക്രിയാറ്റിൻസ്. ഒരു ലോഡ് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇതുപോലെ പല ബ്രാൻഡുകളെ കമ്പയർ ചെയ്ത് സ്കോർ ചെയ്ത് ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ടാറ്റ 1mg ആസിറ്റിസ് നാക്പ്രോ ന്യൂട്രാബേ. ടാറ്റ 1mg നാക്പ്രോ ആസിറ്റിസ് ന്യൂട്രാബേ. ടാറ്റ 1mg നാക്പ്രോ ആസിറ്റിസ് ആൻഡ് ന്യൂട്രാബേ. നാപ്രോ, ടാറ്റയുടെ 1mg, ആസിറ്റീസിന്റെ പിന്നെ ന്യൂട്രാബേ. So I give a 5 out of 5 out of 10 റേറ്റ്. ഒരു 5 ഔട്ട് ഓഫ് 10. എല്ലാവർക്കും എന്തായാലും ഈ ബ്രാൻഡുകൾക്ക് ഒരേ റേറ്റിംഗ് ആണ് കൊടുക്കാനുള്ളത്. ഇവയെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, എന്നാൽ ഹെൽത്ത് ഫ്രണ്ട്ലി ആണ്. എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരുന്നൂടെ? ലിസ്റ്റ് ഉണ്ടാക്കാൻ നടക്കണം. ഇതെല്ലാം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ബട്ട് ഹൗ ഹെൽത്ത് ഫ്രണ്ട്ലി ആണ്? എനിക്കറിയില്ല, കാരണം ഇവയൊന്നും ഇതുവരെ DCD ആൻഡ് DHT റിപ്പോർട്ടുകളൊന്നും പുറത്തുവിട്ടു. അതുകൊണ്ട് തന്നെ ഇവർ കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കണ്ടില്ലേ, എല്ലാവർക്കും ഒരേ സംശയം തന്നെയാണ്. അടുത്തതായി ഓൺ ആൻഡ് മസിൽ ടെക് ആണ്. ഈ ബ്രാൻഡിലേക്ക് നമുക്കൊരു 6 ഔട്ട് ഓഫ് 10 കൊടുക്കും. ഓൺ ആൻഡ് മസിൽ ടെക് I give them a 6 out of 10. ഓൺ ആൻഡ് മസിൽ ടെക് 6 on 10. ഈ ബ്രാൻഡുകൾ ഗ്ലോബലി വളരെ നല്ല പ്രോഡക്റ്റുകളാണ് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റുകൾ ഇവർക്ക് വളരെ പ്രിയപ്പെട്ടതുമാണ്. ബട്ട് അവരുടെ മാനുഫാക്ചറിംഗ് ലോക്കലാണ്. പിന്നെ DCD ആൻഡ് DHT റിപ്പോർട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ ഇവര് ഒരു താഴ്ന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റുകളെ ഇവർ വളരെ ഇൻഫീരിയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും ഒരേപോലെയാണ് തോന്നിയത്. കോയിൻസിഡൻസ് ആയിരിക്കില്ലേ? ഇവിടുത്തെ ഇന്ത്യൻ ലോക്കൽ മാനുഫാക്ചേഴ്സ് ക്രിയാറ്റിന് DCD DHT പോലുള്ള റിപ്പോർട്ടുകൾ ഇവിടെ ഇന്ത്യയിലെ ലോക്കൽ മാനുഫാക്ചറിങ്ങും ആൻഡ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഇവരുടെ ക്രിയേറ്റിൻസിനൊന്നും DCD ആൻഡ് DHT റിപ്പോർട്ട്സും ഇല്ല. പിന്നെ DCD ആൻഡ് DHT റിപ്പോർട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതേ പിന്നെ DCDയും DHTയും ഇവരൊക്കെ പറച്ചിട്ട് കേട്ടാ തോന്നും DCDയും DHTയും എന്തോ വലിയ സാധനമാണ്. ബ്രോ, വാട്ട് ഈസ് DCD ആൻഡ് DHT എന്നല്ലേ? DCD ആൻഡ് DHT എന്ന് പറയുന്നത് ക്യാൻസർ കോസിംഗ് കോമ്പൗണ്ട്സ് ആണ്. DCD DHT എന്ന് പറയുന്നത് ക്യാൻസറിന് കാരണമാകുന്ന കോമ്പൗണ്ട്സ് ആണ്. ഇത് കാർസിനോജനിക് കോമ്പൗണ്ട്സ് ആണ്, അതായത് ക്യാൻസറിന് വരെ കാരണമാകുന്ന ഇംപ്യൂരിറ്റീസ്. ഒരു ബ്രാൻഡ് കൊണ്ടു കൊടുത്ത സ്ക്രിപ്റ്റ് അതുപോലെ വായിച്ച് തള്ളുക മാത്രമാണ് ഇവരെല്ലാവരും ചെയ്തിരിക്കുന്നത്. വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവാനും ഇവർ ഈ പറഞ്ഞതൊക്കെ വെറും തള്ളാണ് എന്ന്. DCD അഥവാ ഡൈസിയാൻഡിയമൈഡും DHT അഥവാ ഡൈഹൈഡ്രോട്ടിയാസിനും ഈ ക്രിയേറ്റിൻ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൽ കയറി വരുന്ന ഇംപ്യൂരിറ്റീസ് ആണ്. ഐഡിയലി ഇതൊക്കെ വളരെ ലോ എമൗണ്ട്സിലായിരിക്കണം നമ്മുടെ ക്രിയാറ്റിനിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ ഇവരൊക്കെ പറയുന്നത് പോലെ DCD, DHT എന്ന് പറയുന്നവർ കാർസിനോജൻസ് ഇത് ആണ്. കാർസിനോജനിക് കോമ്പൗണ്ട്സ് ആണ്. ക്യാൻസർ കോസിംഗ് കോമ്പൗണ്ട്സ്, ക്യാൻസറിന് കാരണമാകുന്ന ക്യാൻസർ മേക്കിംഗ് കോമ്പൗണ്ട്. ക്യാൻസർ കോസിംഗ് കോമ്പൗണ്ട്. DCDയും DHTയും കാർസിനോജൻസ് ആണെന്നോ ക്യാൻസർ വരുത്തുന്ന സബ്സ്റ്റൻസസ് ആണെന്നോ ഉള്ളതിന് യാതൊരുവിധ തെളിവുകളുമില്ല സയന്റിഫിക്കലി. എന്നാലും പക്ഷെ അങ്ങോട്ട് പറയാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻസർ വരുമെന്ന്. ഇത് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ബ്രാൻഡ്സിനൊക്കെ അവരുടെ DCD ആൻഡ് DHT റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് മെയിൽ അയച്ചു. ഞാൻ ഈ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിനും റിപ്പോർട്ട്സ് വെച്ച് മെയിൽ അയച്ചു. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ടോപ്പ് ബ്രാൻഡുകൾക്കും ഇതിന്റെ റിപ്പോർട്ടുകൾ ചോദിച്ച് മെയിൽ ചെയ്തത്. So I emailed all of the top brands asking for their reports. So I mailed India's top brands asking these reports. എല്ലാവരും മെയിൽ അയച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാവരുടെയും സ്ക്രീൻഷോട്ട്, അതായത് മെയിൽ അയച്ചു എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് ഒന്ന് തന്നെ. എല്ലാത്തിലെയും ടൈം നോക്കൂ 2:3. മാത്രമല്ല ബാറ്ററിയുടെ പെർസെന്റേജ് നോക്കൂ 83%. ഇതും ഒരു കോയിൻസിഡൻസ് മാത്രമായിരിക്കും അല്ലേ? ഇവര് മാത്രമല്ല കേട്ടോ ഇങ്ങനെ മെയിൽ അയച്ചത്, കുറെ ഹിന്ദിക്കാരും തമിഴന്മാരും ഒക്കെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. DCD DHT एक कैंसर कॉजिंग कंपाउंड है. इसकी रिपोर्ट के लिए मैंने बहुत सारे टॉप ब्रांड्स को मेल डाला. इसकी रिपोर्ट के लिए मैंने हर टॉप ब्रांड को मेल डाला है. इसकी रिपोर्ट के लिए मैंने सब टॉप ब्रांड्स को मेल डाला था. எல்லா பிராண்டுக்கும் நான் மெயில் அனுப்பியிருந்தேன். ശരിക്കും ഒരാൾ പോലും മെയിൽ അയച്ചിട്ടില്ല. എല്ലാം ഒരു ബ്രാൻഡ് അയച്ച സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ്. ഇവർ അയച്ചില്ലെങ്കിൽ എന്താ, ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് ഈ 10 ബ്രാൻഡുകൾക്കും ഇവർ അയച്ചു എന്ന് പറയുന്ന
10 ബ്രാൻഡുകൾക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. DCDയുടെയും DHTയുടെയും ലാബ് റിപ്പോർട്ടുകൾ ചോദിച്ചിട്ട്. ലാബ് റിസൾട്ടിന്റെ കാര്യത്തിലോട്ട് വരുന്നുണ്ട്, അതിന് മുന്നേ കുറച്ച് പറയാനുണ്ട്. ஆனா எனக்கு ஒரே ஒரு பிராண்ட் கிட்ட இருந்து மட்டும் தான் ரிப்ளை வந்துச்சு. Only one brand. Reply with proper report. അതിൽ ഒരു ബ്രാൻഡ് മാത്രമാണ് പ്രോപ്പർ റിപ്പോർട്ട്സ് ആയിട്ട് എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്തത്. ഇതിൽ ഇവർ പറയുന്ന റിപ്ലൈ തന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, ആ ബ്രാൻഡാണ് ഈ വീഡിയോകളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവർ കൊടുത്ത സ്ക്രിപ്റ്റ് മാത്രമാണ് ഈ വീഡിയോ മൊത്തം. ബീഫ് ലൈഫിന്റെ കാര്യത്തില് അവരുടെ തന്നെ ലാബ് ടെസ്റ്റില് ക്രിയേറ്റിനിന്റെ ലെവലിനെ കൂടുതൽ കണ്ടതായി അവരെന്നെ സമ്മതിക്കുന്നുണ്ട്. ആൻഡ് ഇതുകൊണ്ട് തന്നെ ഇവിടെ ഇവരുടെ ക്രിയേറ്റിന്റെ ക്വാളിറ്റിയും ഒരു ചോദ്യചിഹ്നമാണ്. उसके लिए आपको गौरव तनेजा भाई की इस वीडियो का कैप्शन पढ़ना होगा. जहां उन्होंने खुद एक्सेप्ट किया है कि उनके क्रिएटिन का क्रिएटिनाइन लेवल ज्यादा आया है. ഇവർ പറയുന്നത് ഗൗരവ് തനേജ അല്ലെങ്കിൽ ഫ്ലൈങ് ബീസ്റ്റ് എന്ന ഒരു യൂട്യൂബർ ഉണ്ട്, അയാളുടെ ബ്രാൻഡിനെ പറ്റിയാണ്. പുള്ളി കാണുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ये कैप्शन मेरा एडिटेड है, मॉफ्ड है. ഇനിയാണ് നമ്മുടെ സ്പോൺസേർഡ് ബ്രാൻഡിന്റെ വരവ്. മസിൽ ബ്ലേസിന് 9.5 out of 10 കൊടുക്കും. മസിൽ ബ്ലേസ് ക്രിയേറ്റിന് 9.5 on 10. മസിൽ ബേസിന് 9.5 ഔട്ട് ഓഫ് 10 കൊടുക്കും. പിന്നെ വരുന്നതാണ് മസിൽ ബ്ലേസ് 9.5 out of 10. മസിൽ ബ്ലേസ് 9 out of 10. മസിൽ ബ്ലേസിന്റെ ക്രിയേറ്റിൻ ആണ് 9.5 കൊടുക്കാറ്. 9.5ന്റെ റീസൺ വളരെ സിമ്പിൾ ആണ്. മസിൽ ബേസിന് മാത്രമാണ് ബെറ്റർ അബ്സോർപ്ഷൻ. പബ്ലിഷ്ഡ് റിസർച്ച് പേപ്പർ ഉണ്ട്. ഇവർ കാണിക്കുന്ന റിസർച്ച് പേപ്പർ ഉള്ളത് തന്നെയാണ് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു കോമഡിയാണ്. ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത് ബ്രൈറ്റ് ലൈഫ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അവരുടെ എംപ്ലോയീസ് ആണ് ഇതിലെ ഓതേഴ്സ് ഒക്കെ. പക്ഷേ ഏതാണ് ഈ ബ്രൈറ്റ് ലൈഫ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നല്ലേ? അത് മസിൽ ബ്ലേസ് എന്ന കമ്പനിയുടെ പാരന്റ് കമ്പനിയാണ്. കൂടുതലൊന്നും ഞാനിപ്പോ പറയുന്നില്ല. പിന്നെ ഞാൻ അയച്ച ഇമെയിൽസിന് പ്രോപ്പർ ആയിട്ട് റിപ്ലൈ ചെയ്യുന്ന ബ്രാൻഡ് ഇതാണ്. ഇവര് നമുക്ക് അവരുടെ DCD DHT റിപ്പോർട്ടുകളും അയച്ചു തന്നിട്ടുണ്ട്. ഇവരുടെ DCD ആൻഡ് DHT റിപ്പോർട്ട്സ് പ്രോപ്പർ ആയിട്ട് എനിക്ക് അയച്ചു തന്നത്. എല്ലാവരും അവസാനം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന മസിൽ ബ്ലേസിന് 9.5 out of 10 കൊടുക്കും. അതുകൂടാതെ തന്നെ എന്റെ പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനിൽ ഞാൻ മസിൽ ബ്ലേസിന്റെ ക്രിയേറ്റിൻ യൂസ് ചെയ്യുന്നതിന്റെ റീസണും ഇതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതും മസിൽ ബ്ലേസിന്റെ തന്നെ ക്രിയേറ്റിനാണ്. കറന്റ് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് മസിൽ ബ്ലേസിന്റെ ക്രിയേറ്റിനാണ്. കറന്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും മസിൽ ബ്ലേസ് തന്നെയാണ്. എങ്ങനെയുണ്ട് പരിപാടി? ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം, പ്രൊമോഷനുകളോ ബ്രാൻഡ് കൊളാബറേഷനുകളോ തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാനും പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യാറുണ്ട്, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളിലും ഇത് ഒരു പരസ്യമാണ് എന്ന് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. പരസ്യങ്ങൾ അങ്ങനെ പരസ്യമാണ് എന്ന് പറയണം എന്നാണ് അഡ്വർടൈസിംഗ് ഗൈഡ് ലൈൻസ് ഇന്ത്യയിലുള്ള. നിയമപരമായിട്ട് നമ്മൾ ഒരു #ആഡ് എന്നെങ്കിലും ഇട്ട് വെക്കണം ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ കണ്ട വീഡിയോകളുണ്ടല്ലോ, ഇതിൽ ഒരാൾ പോലും ഇതൊരു പരസ്യമാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. എല്ലാം അവരവരുടെ പേഴ്സണൽ റാങ്കിങ്സ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഞാൻ പേഴ്സണലി കൊടുക്കുന്ന റേറ്റ്. സോ ഇതൊക്കെയാണ് ഇന്ത്യൻ ക്രിയേറ്റീവ് ബ്രാൻഡുകളെ പറ്റിയുള്ള എന്റെ അഭിപ്രായം. അപ്പൊ ഇതാണ് എന്റെ പേഴ്സണൽ റേറ്റിംഗ്സ്. ഒരു മിനിമം മര്യാദയൊക്കെ ആവാൻ കുറച്ച് പ്രൊമോഷനുകളൊക്കെ ചെയ്യുമ്പോൾ. ഇവരെല്ലാവരും പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡുകൾക്ക് ഇവരൊക്കെ മെയിൽ അയച്ച് ചോദിച്ചു എന്ന്. എന്ത്? DCDയും DHTയുടെയും ലാബ് റിപ്പോർട്ടുകൾ. ഞാനും എന്തായാലും ഇവരൊക്കെ പറഞ്ഞ 10 ബ്രാൻഡുകൾക്കും മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു DCDയുടെയും DHTയുടെയും ലാബ് റിപ്പോർട്ടുകൾ ചോദിച്ചിട്ട്. ഇവരൊക്കെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾ. എനിക്ക് 4 ബ്രാൻഡുകളിൽ നിന്നും ലാബ് റിപ്പോർട്ടുകൾ മെയിലായിട്ട് റിപ്ലൈ കിട്ടി. മസിൽ ബ്ലേസ്, ആസിറ്റീസ്, വെൽകോർ എന്ന ബ്രാൻഡുകൾ DCDയുടെയും DHTയുടെയും അളവ് മാത്രം ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടാണ് അയച്ചത്. ഒന്നിലും ഈ പറഞ്ഞ സംഭവങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട്. ടാറ്റ 1MG പറഞ്ഞത് അവരുടെ എല്ലാ ടെസ്റ്റുകളുടെയും റിപ്പോർട്ടുകൾ പബ്ലിക് ആണ് എന്നും അവർ എല്ലാ ബാച്ച് പ്രൊഡക്റ്റുകളും ടെസ്റ്റ് ചെയ്യാറുള്ളത് ആണ് എന്നുമാണ്. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിന്റെ ബാച്ച് നമ്പർ എടുത്ത് നോക്കിയാൽ ആ സ്പെസിഫിക് റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഞാനൊരു റാൻഡം ബാച്ച് എടുത്ത് നോക്കിയപ്പോൾ ഈ പറഞ്ഞ DCD DHT ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല അവരുടെ റിപ്പോർട്ടിൽ DCD DHT മാത്രമല്ല ഒരു ലോഡ് സാധനങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. എനിക്ക് തോന്നിയത് ടാറ്റ 1MG ആണ് ഈ കാര്യത്തിൽ ഏറ്റവും ട്രാൻസ്പാരന്റ് എന്ന്. കാരണം അവർ എല്ലാ റിപ്പോർട്ടുകളും പബ്ലിക് ആക്കിയിട്ടുണ്ട്. മാത്രമല്ല അവർ എല്ലാ ബാച്ചുകളും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ റിപ്പോർട്ടുകളും പബ്ലിക് ആക്കിയിട്ടുണ്ട്. എനിക്ക് ബാക്കിയുള്ള ബ്രാൻഡുകൾ, ഇപ്പോൾ 3 ബ്രാൻഡുകൾ പറഞ്ഞല്ലോ, അവരെല്ലാവരും അയച്ചത് ഏതോ ഒരു സ്പെസിഫിക് ബാച്ചിന്റെ റിപ്പോർട്ട് മാത്രമാണ്. നമ്മുടെ ബാച്ചിന്റെ റിപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. ഞാൻ ഇതേ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ഗുണമുണ്ടായി, ഇവരിൽ പലരും ഈ പറഞ്ഞ വീഡിയോകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫിറ്റ് സംഭവം അഥവാ ഹനീൻ അബ്ദുൾ ഹമീദ് മാത്രം ഒരു കമന്റ് ഇട്ടത് കണ്ടു. അതിൽ അയാൾ പറയുന്നത് നമ്മുടെ വീഡിയോ കാരണം അയാൾക്ക് റീച്ച് കിട്ടി എന്നൊക്കെയാണ്. മാത്രമല്ല 2 വീഡിയോകളും അയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതൽ ഞാനും എന്നെ പോലെ കുറച്ച് ക്രിയേറ്റേഴ്സും ചെയ്ത മസിൽ ബേസിന്റെ ഒരു സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള നല്ല ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാനിപ്പോ ഇത് ഓവർ ന്യായീകരിക്കാനൊന്നും നിൽക്കില്ല. ചെയ്തത് തെറ്റാണ് സംഭവിച്ചല്ലോ, അപ്രീഷിയേറ്റ്. പക്ഷെ ഇതിന്റെ ബാക്കിൽ കറക്റ്റ് ആയിട്ട് എന്താ നടന്നതെന്ന് നിങ്ങളും അറിയണം. ന്യൂറോഫിറ്റ് ലാബ്സ് പറയുന്ന ഏജൻസി കഴിഞ്ഞ മാസമാണ് എനിക്ക് എന്റെ നമ്പർ വെച്ചിട്ട് DM ചെയ്യണേ. മസിൽ ബേസിന്റെ കൊലാബായിട്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ കൊലാബിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ക്രിയേറ്റിൻ പിന്നെ പ്രീ വർക്ക്ഔട്ട് ഒരു ഷേക്കറൊക്കെ നമ്മൾ അയച്ചു തരും. പക്ഷെ ഇത് പ്രൊമോഷൻ ആണെന്ന് ഒരു രീതിയിലും എവിടെയും മെൻഷൻ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഈ കൊളാബിനായിട്ട് ഒരു പേയ്മെന്റും തരില്ലാന്ന്. അപ്പൊ പ്രത്യേകിച്ച് പ്രൊമോഷൻ ചെയ്തിട്ട് പൈസ ഒന്നും കിട്ടിയില്ല അല്ലെ? അവര് ഇങ്ങനെയായിരുന്നു എനിക്ക് പ്രോമിസ് തന്നെ.
അതായത് ഇപ്പം ഈ 3 months ജസ്റ്റ് ഒരു ബാർട്ടർ കൊളാബ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ, ആൻഡ് ഈ 3 months കൊണ്ട് എൻ്റെ കോണ്ടന്റ്സ്, എൻ്റെ ക്രിയേറ്റീവ്സ് ഒക്കെ ഇവർക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ പിന്നെ മസിൽ ബേസിന്റെ സ്പോൺസേർഡ് അത്ലീറ്റും പിന്നെ അതേപോലെ തന്നെ മന്ത്ലി സ്റ്റാക്കും എനിക്ക് അയച്ചു തരുന്നു. ഞാനാണെങ്കിൽ പൊട്ടനായിട്ട് ഇതിന് സമ്മതിക്കുകയും ചെയ്തു. അത് പറഞ്ഞപ്പോഴേ ഇവരുടെയൊക്കെ വീഡിയോയുടെ അവസാനം നമ്മളൊരു സാധനം കണ്ടില്ലേ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന മസിൽ ബ്ലേസിന് 9.5 out of 10 കൊടുക്കും. അതുകൂടാതെ തന്നെ എന്റെ പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനിൽ ഞാൻ മസിൽ ബ്ലേസിന്റെ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നതിന്റെ റീസണും ഇതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതും മസിൽ ബ്ലേസിന്റെ തന്നെ ക്രിയേറ്റിൻ ആണ്. അതായത് ശരിക്കും ഇവരൊന്നും ഈ ക്രിയാറ്റിൻ ഒന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, വെറുതെ ബ്രാൻഡ് അയച്ചു കൊടുത്ത സാധനമാണ് ഇവരെല്ലാവരും പൊക്കി പിടിച്ചിട്ട് ഞാൻ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത്. ഇവരിൽ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തിരുന്നു, എല്ലാ വീഡിയോസും സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ആസ് എ ക്രിയേറ്റർ എന്റെ ഫ്രീഡത്തിനനുസരിച്ചിട്ട് എനിക്ക് ഇതിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല എന്ന്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന വർക്ക്ഔട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ നോർമലി ചെയ്യുന്ന വാല്യൂ ആഡ് ടൈപ്പ് കോണ്ടന്റ്സ് ഇതിലൊക്കെ എവിടെയെങ്കിലും ഇതിനെ പ്ലേസ് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യാനായിരിക്കും എന്നാണ്. അതുപോലെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു ഏജൻസിയും ഈ ഒരു ബ്രാൻഡും ചുളുവിൽ പല ഇൻഫ്ലുവൻസേഴ്സിനെയും 3G ആക്കി എന്ന് പറയണം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇന്നലെ രാത്രി ഈ വീഡിയോന്റെ താഴെ ഗൂഗിളിന്റെ കമന്റ്, മസിൽ ബ്ലേസ് നിരപരാധിയാണ്, അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഈ ഏജൻസിയും പിന്നെ ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സും ഒക്കെ ചേർന്ന് ചെയ്ത പണിയാണ് ഇതെന്നൊക്കെ. ഇതാണ് ആ കമന്റ്. കഴിഞ്ഞ 2 കൊല്ലമായി അയാൾ മസിൽ ബ്ലേസ് സ്പോൺസേർഡ് അത്ലറ്റ് ആണ് എന്നും അയാൾക്ക് ബ്രാൻഡ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് അറിയാമെന്നും ഇതൊക്കെ ഒരു തേർഡ് പാർട്ടി ഏജൻസി ചെയ്ത കാര്യങ്ങൾ മാത്രമാണെന്നുമാണ് അയാൾ പറയുന്നത്. ഞാനും കുറച്ച് പ്രൊമോഷനും കൊളാബും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഏജൻസി ഇത്രയും വലിയ ഒരു പ്രൊമോഷൻ നടത്തുക അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ നടത്തുകയാണെങ്കിൽ, അതായത് ഇത്രയുമേറെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് ഒരു വലിയൊരു ക്യാമ്പയിനൊക്കെ നടത്തുകയാണെങ്കിൽ അതിന് ബ്രാൻഡിൻ്റെ അനുമതിയും സമ്മതവും ഉണ്ടാവും. മാത്രമല്ല ബ്രാൻഡുകൾക്ക് ഓരോ സ്ക്രിപ്റ്റിനും അപ്രൂവൽ കൊടുക്കണം എന്നുള്ള ഒരു ക്ലോസ് വരെ ഉണ്ടാവും. എടാ ഗൂഗിളെ, നീ ഇതെന്തായി പറയണേ? ഗൂഗിളെ, ഈ ന്യൂറോഫിറ്റ് ലാബ്സ് എന്ന് പറയുന്ന ഏജൻസി ഈ പറഞ്ഞ മസിൽ ബ്ലേസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അവരുടെ പെർമിഷന് അല്ലെങ്കിൽ അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളോട് പറയണേ ഇത് പോസ്റ്റ് ചെയ്തോന്ന്. പിന്നെ നീ എങ്ങനെ പറയാ ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല അല്ലെങ്കിൽ ഒന്നും അറിയില്ല? അയ്യോ പാവം ബ്രാൻഡിലെ